അവന്റെ ദാരന്തത്തെ മുട്ടത്തിലുള്ള പൊലര് 4-5 വട്ടം കുളിച്ചതുപോലെ അവന്റെ തട്ടിൽ ഒരു ചേറും ബാക്കിയാവത്തതുപോലെ 4-5 വക്ത് നിസ്കരിക്കുന്ന മനുഷ്യരുടെ തടില് ഒരു തെല്ല് ദോശ ബാക്കിയാവില്ലായിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി ഹദീസ് ഞാൻ അപേക്ഷിച്ചില്ല. പിന്നെ അതിലെ രണ്ടാമത്തെ ഭാഗം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ടാണ്. പിന്നെ ആ മഹാൻ ചൊല്ലു അന്ന റജുലൻ തീർച്ചയായിട്ടും ഒരാള് സ്വഹാബി പിന്നെ അസാബ മിൻ ഇംറഅത്തിൻ ഖുബ്ല അയാൾ ഒരാൾ പള്ളിയിൽ ഇങ്ങനെ നടന്നു വരുമ്പോ ആ റൂട്ടില് ഒരു അന്യ പെണ്ണിനെ നോക്കിയിട്ട് പിന്നെ ഇയാൾക്ക് എന്താ വികാര കൂടിയത് കൊണ്ട് ഇബ്ലീസിൽ കുടിക്കിയത് കൊണ്ട് ആ പെണ്ണിനെ പിടിച്ച് ചുംബിച്ചിട്ട് ആ പെണ്ണിക്ക് ചുമ്മനം കൊടുത്തിട്ട് കാരണം എന്തോ വികാര ഇറങ്ങി പോയിട്ട് വികാരത്തിൽ ഇന്നാലായിരിക്കും ആ സമയത്ത് അതുകൊണ്ട് അന്യ പെണ്ണെ കണ്ടപ്പോ പിടിച്ച് ചുംബിച്ചു പോയി. പിന്നെ ഇതിലാക്കി ദോശക്ക് ബേജാറ് വന്നു. അതങ്ങനെ ഇപ്പൊ ನಾನು ಯಥಾರ್ಥ ಮೊಮಿನ್ ಚೋಡ್ ಎಪ್ಪ ಗೊತ್ತುಂಟ ನಾನಾಕಿಯ ತಪ್ಪು ನಕ್ಕೆ ನನ್ನ ಮನಸ್ಸಲ್ಲಿ ಬೇಜಾರು ಕಾಟು ತಪ್ಪಾಗಿ ಬೇಜಾರಪ್ಪ ಮನಸ್ಸು ನಾನಾಕಿಯ ತಪ್ಪಡೆ ನನ್ನ ಮನಸ್ಸಲ್ಲಿ ಬೇಜಾರು തോന്നലെങ്കിൽ അപ്പൊ నాకు ഈമാൻ ഉണ്ട് ഓർക്കണം. അപ്പൊ ഏറുവാണി ഏത് ചുംബിച്ചത് ഹറാമുണ്ട് അപ്പൊ തലക്ക് വെച്ച് നാനാക്കിയ തപ്പോട്ട് കൊണ്ടേറ്റ് പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല കൊണ്ടുപോയിട്ട് പോയിട്ട് ഫഅഖ്ബറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ചൊത്തു മിസ്സേ ഞാനിങ്ങനെ റൂട്ടിൽ വരുമ്പോ ഒരു അന്യ പെണ്ണിനെ കണ്ട് ചുംബിച്ചു പോയ നബിയെ മിസ്സേ ചൊത്തു. ഫഅൻസലല്ലാഹു തആല അപ്പൊ അല്ലാഹു റബ്ബുൽ സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയില്ല അവിടെ അതിക്കട്ടെ. ആ സമയത്ത് ഇയാള് പോയിട്ട് ചൊന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എന്തു മുണ്ടില്ല രണ്ടാമത് ചൊത്തു തത്വം അപ്പൊ എന്ത് മുണ്ടില്ല. അപ്പൊ ഇതിൽ മനസ്സിലായി എന്ത് വിളിച്ചു കേട്ട് അസ്തമം പറയത്തല്ലേ എന്ത് കേട്ട് മനസ്സിലെ ടെൻഷൻ അങ്ങനെ ബാങ്ക് കൊടുക്കുക ഇക്കാമത്ത് കൊടുക്കുക ടൈം എത്തി ബിലാൽ ഇക്കാമത്ത് കൊടുക്കുക ചൊത്തു അങ്ങനെ ഇക്കാമത്ത് കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിട്ട് നിന്നിട്ട് അപ്പൊ ഈ സ്വഹാബിയടക്കം ബാക്കിയുള്ള സ്വഹാബത്ത് മാമികളായിട്ട് പള്ളിയിലുള്ള അപ്പൊ ഇയാൾ നിസ്കാരത്ത് കൂടിയിട്ട് സലാം വീട്ടിട്ട് ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പിന്നെ ഇയാൾ വന്നിട്ട് പിന്നെ കേൾക്കണം നബിയെ ഞാൻ കമ്പടിച്ചില്ല തപ്പ് വന്നു പോയി കേൾക്കുമ്പോ ഒത്തായത്തങ്ങനെ കേക്കണ് പിന്നെ നീ ഇപ്പൊ നബി നിസ്കാരത്തില്ല എന്താണ് ഇവന്റെ നീ കൂടിയിട്ടില്ല എന്താണ് കൂടിയില്ല എന്നാൽ അള്ളാഹു ആയത്തിറക്കിന ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത് നിന്റെ നിസ്കാരം നിന്റെ ദോഷത്തെ മാഫാക്കി. അപ്പൊ ഏതൊരു സൽക്കർമ്മവും ഞങ്ങൾക്ക് തപ്പുടെ മാഫാക്കുകൊണ്ട് കാരണം മനസ്സിന്റെ തപ്പ് അവനാക്കി നല്ലത് കൊണ്ട് എന്തായാലും മാഫാക്കിക്കൊള്ളു. അതുകൊണ്ടാണ് അപ്പപ്പ ഇസ്തിഗ്ഫാർ കേട്ടോണ്ടിക്കോട് ചൊല്ലി യാറാക്കോണ്ട് ചൊല്ലി എന്ന് വേണ്ടിയിട്ട് മനസ്സിന്റെ സർവ്വ തപ്പുടെയും അല്ലാഹു തആല മായ്ച്ചതിന് വേണ്ടിയിട്ടായിട്ട് ഇത്തരം ഓഫർ വെച്ചോണ്ടില്ലേ. അതുകൊണ്ടല്ലേ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് റമദാനെ സംബന്ധിച്ചിട്ട് എന്നറിയാം മല്ലം യഗ്ഫിറു റമദാന ഒറ്റക്ക് റമദാനിലെ ഒരു ദിവസം പൂർത്തി കിട്ടിയിട്ടില്ലാന്ന് കണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ പൂർത്തി കിട്ടിയ ഹദീസ് പ്രശ്നാർത്ഥക ചിന്തയായിട്ട് പിന്നെ ഇപ്പൊ പൂർത്തി കിട്ടില്ലേ അതിന്റെ നാളെ പർവ്വത നമുക്ക് ഒരു സ്വഭാവം ഉണ്ടല്ല ചന്നാൽ മരവിൽക്ക് ചെല്ലർ ദിവസം പുറത്തു കൊടുക്കും ഒരേ ദിവസം പുറത്തു കൊടുക്കും. അപ്പൊ ഇബ്ലീസ് പോലും വേർച്ചുള്ളവരല്ലേ എന്നിട്ട് പുറത്തു നന്നാണ് ഇബ്ലീസ് ചൊല്ലിക്കാറ് തീരെ നിരാശയില്ലോ ആശ്രയിച്ചൊന്നും ഇല്ലാത്തോ അങ്ങനെ മനസ്സിലെ പോലെ കണോത്ത് വെച്ചോണ്ടൊരു അവസ്ഥ ഉണ്ടാവില്ല എന്നേ നിരാശ വേണ്ടി അല്ല പുറത്ത് തരല്ലേ അല്ല പുറത്ത് തരല്ല എന്നിട്ട് വലിയ വലിയ അക്രമി ഒരു ദിവസം പുറത്ത് ഇങ്ങനത്തെ ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ടാവും. അത് അതിൽപ്പെട്ടാൽ ഇബ്ലീസാണ്. അങ്ങനത്തെ നിരാശയിലുള്ള ഇബ്ലീസ് പോലെ വേർച്ചു പോവാ നക്കോ അത് ദിവസം പുറത്തു തരവാണ്. അത്ര വലിയ മാന്യനാണ് റബ്ബ് കാരുണ്യനാണ് റബ്ബ്. അതുകൊണ്ട് എനിക്കൊരു ചിന്ത വേണം മനസ്സിൽ എന്തൊരു പറ്റില്ല എപ്പോഴും എന്റെ റബ്ബ് നക്ക് പുറത്തു തരേണ്ട ചിന്ത മനസ്സിൽ വരും. അതുകൊണ്ടാണ് ബായിലെപ്പോഴും റബ്ബി അള്ളാഹ് ഇതെല്ലാം വന്നുകൊണ്ടിരുന്നത്. ഓരോരുത്തർ മുസ്ലിം ഈമാനോട് അടയാളത് ബായിൽ അള്ളാഹ് ആ സമയത്ത് കൊടുത്തോണ്ട് റബ്ബി അള്ളാഹ് റബ്ബേ അള്ളാഹ് ചൊന്നോണ്ട് വരും. അപ്പൊ രണ്ട് ദിവസം ഓർമ്മലിക്കട്ടെ അവനാക്കി നിസ്കാര ദിവസത്തെ ആയത്ത് അള്ളാഹു തആല ഇറക്കിയ. അപ്പൊ ഈ സ്വഹാബി കേൾക്കുന്ന നബിയെ അലിഹാദ നക്ക് മാത്രമേ ഈ ആയത്ത് എന്റെ വിശുദ്ധത്തിൽ മാത്രമായിരിക്കും കേൾത്ത് കാല മുത്തായത്തിന് ചെന്ന് ഫർക്ക അല്ല ലിജമീ ഉമ്മത്തി കുല്ലിഹിം നിമിത്തങ്ങൾ എല്ലാ സമുദായക്കാർക്കും ഇതേ ഓഫറായിട്ടിരിക്കും. ഞങ്ങൾക്ക് തപ്പടെ അല്ലെങ്കിൽ നിസ്കാരം വായിച്ചു കലയുകയും
എത്ര നല്ലൊരു വിശേഷിക്കുന്ന സഹോദരന്മാർ. അപ്പൊ ഞാൻ ചൊല്ലേ നിസ്കാരം വിട്ടൊരവസ്ഥ പറ്റിയ റമദാനൊക്കെ തീർന്നവർ ഇനി ഏതായാലും ഒരു 10-11 ദിവസം 12 ദിവസം. അപ്പൊ ഞങ്ങൾ എന്ത് വേണം? ഇപ്പൊ ജമാഅത്തിലൊക്കെ ഫസ്റ്റ് റമദാന്റെ ഫസ്റ്റ് സുബൈ 3 സപ്പന്നല്ല വഴിയ വസിയത്ത് ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ 3/4 സപ്പ, ഇന്നലെ 1 സപ്പ, ഇന്നലെ 1 സപ്പായി എപ്പോഴും ധരാനിതക്കാം എന്തേ ജീവിതത്തിൽ ഈ റമദാൻ ചിലപ്പോൾ നാഷ്ടമാകുന്ന സാധ്യത പണ്ടവർ കബറിലേക്കാണ് എപ്പോഴാണ് മരിക്കണമെന്ന് ചൊല്ലാൻ സാധ്യത. അല്ലോ നീന്റെ ആയുസ് ഞങ്ങൾ അല്ലാത്ത കുടുംബത്തിൽ എല്ലാവരും നൽകട്ടെ. അതുകൊണ്ട് ജമാഅത്ത് തപ്പാട്ടം എല്ലാവരും ജമാഅത്ത് ചെന്ന് പള്ളിയുണ്ട് എന്ന് ചെന്ന് ഇട്ടിട്ട് തവണ ബാധിക്കണം. അങ്ങനത്തോടെ പോയിട്ട് ഔത്ത് പറഞ്ഞിട്ട് അത് എനിക്കത് കാര്യമില്ല, എല്ലാം എനിക്ക് രംഗമില്ലേ ആ സമയത്ത് പള്ളി പറഞ്ഞു. അതിനൊക്കെ ഒരു കാര്യം ഓർമ്മ മസ്തലായിട്ട് പിന്നെ ചോദ്യം വെച്ച് ബാധ്യതകളുണ്ട് ഗവൺമെന്റും അതിനിടയ്ക്ക് പിന്നെ ഒരാൾ മസ്തല കേട്ടില്ല. ഈ ഫർനിസ്കാര ബാക്കി തറാവി നിസ്കരിക്കമാണ് എനിക്ക് മറുപടി ഞാൻ ചോദിച്ചിട്ടില്ലേ? ഫർനിസ്കാര ബാക്കി ആൾക്ക് സുന്നത്തിരിക്കൽ ഹറാമുണ്ട് നമസ്കാരത്തിൽ ഹറാമായിട്ട് കിടില്ല. അപ്പൊ അവൻ എന്താക്കണോ? ഫർനിസ്കാര ബാക്കി എന്താക്കണോ? ജീവിതത്തിൽ ഫുള്ള് കഥാറുണ്ട്. പിള്ളേർക്ക് എല്ലാം പിന്നെ അവന്റെ മക്കളെ പത്ത് നയിക്കല്ലോ. അപ്പൊ ആ നയിക്കലും അവനൊരു വിവാദത്തായിട്ടുള്ളത്. അതുകൊണ്ട് ആ നയിപ്പെല്ലാം കഴിഞ്ഞിട്ട് 5 വക്ത് നിസ്കാരം ടൈം ഉണ്ട്. പോനയിൽ റക്കാത്ത് ഈ പോനയിൽ റക്കാത്തിന് സമയം കഴിഞ്ഞിട്ട് ബാക്കി സമയമില്ലേ അതിലെല്ലാം കവാവിട്ട. അപ്പൊ എത്ര കവാവിട്ട? എത്ര നിസ്കാരം മുട്ടനെ കൊത്തിക്കട ഇല്ല. ഞാൻ മനസ്സിൽ എത്ര സമാധാനമുണ്ട് അവിടുത്തെ കവാവിട്ട. പള്ളി വന്നപ്പോൾ 100-14 സോമസ്കാരം അപ്പൊ നടക്കുന്ന തറായി വന്നില്ലേ തറാവിക്ക് ഇമാമോട് കൊണ്ടുവരും ബാക്കി വെച്ച. പക്ഷേ നമസ്കാരം ഹറാമല്ലേ? അപ്പൊ ഞങ്ങൾക്ക് എന്താ ഗൗഡൻ കവാവിട്ട ഇമാം സുന്ന നിസ്കരിക്കും. ഇമാമിനെ ഫർനിസ്കരിക്കും തോന്നിസ്കരിക്കുന്ന വിരോധമില്ല, തോന്നിസ്കരിക്കാം. പക്ഷെ നീ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ സുബൈ നിസ്കാരം അവർക്ക് സുബൈ മാത്രം കഥാവിട്ടുണ്ട്, വേറെ എന്താവില്ല. അതുകൊണ്ട് സുബൈ കഥാവിട്ടുണ്ട്. അപ്പൊ 10 നിസ്കാരം എന്ത് കിട്ടുക ഇമാമിനൊട്ടിക്ക് കുറുത്തോത്തന്റെ സ്ഥലം കൊടുക്കുക. കുറുത്ത് സുതവതി ബിരിയാണി സോദന്റില്ല അല്ലാഹു ഫില്ലി കുറുത്തേ സബി അല്ലാഹു ലിമൻ ഹമിദഹു കഴിക്കുന്നില്ല. റബ്ബന ലക്കൽ ഹംദു അല്ലാഹുമ്മ ഫില്ലി ചൊല്ലി കുറുത്തേ ഇമാമൊട്ടി സുജൂദ്. ഈ നിലക്ക് സുബൈ കഴിഞ്ഞ് സുബൈ ആ നിസ്കാരത്തെ എന്താക്കണം? കഥാവിട്ട. എപ്പ തറാവി 10 സുബൈ നിസ്കാരം കഥാവിട്ടു ഭയങ്കര വിഷയം. അതുകൊണ്ടിട്ട് നിസ്കാരം ബാക്കി വെച്ചാൽ അവന്റെ സമയത്തെല്ലാം കഥാവിട്ടേ കൊടുക്കും. മനസ്സിൽ എത്ര സമാധാനം അത്ര നേരം കഥ മനസ്സിലായി. ഇത്ര നിസ്കാരം ഉണ്ടായിരിക്കും സമാധാനം നിസ്കാരം സന്ധ്യത്തുണ്ട്. നിസ്കാരം കൊണ്ട് കലിമ എപ്പോ മരിക്കഴിച്ചുള്ള സാധ്യതയില്ല. എത്ര പാലക്കാർ റമദാനിൽ നിന്ന് മറിച്ചത്, റമദാൻ തുടങ്ങിയതിൽ നിന്ന് മറിച്ചത്. അല്ലാഹു തന്നെ എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്ത് നിസ്കാരം എന്ന് നിലനിർത്തി ആമാരെ കൊടുത്തിട്ട് ആമീൻ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ ഈ പറഞ്ഞതും മോമിനികളായ സഹോദരന്മാരെ കേട്ടത് ഈ സാലിയ വിവാദങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഇത് കാരണമായി നമുക്ക് എല്ലാവർക്കും പർവ്വതത്തിന് വിജയം നൽകണം റഹ്മാനെ. വിദേശ ലോകത്തിൽ പോയി ജോലി ചെയ്യുന്ന നാട്ടുകാരെയും അതുപോലെ ഗോവണ്ടിൽ വെച്ചവരെയും എല്ലാവരെയും അള്ളാഹ് നീ സർവ്വ ആഫാത്തും കാക്കണം റഹ്മാനെ. എല്ലാ റാഹത്തിൽ ജോലി ചെയ്ത് കുടുംബത്തിൽ വന്ന് തിരിഞ്ഞു കാണുന്ന ഭാഗ്യം കൊടുക്കണം അള്ളാഹ്. റമദാനിൽ കൂടുന്ന ഭാഗ്യം നമുക്ക് കുടുംബത്തിന് നൽകണം അള്ളാഹ്.